തകപ്പൻ മറുപടി. കോൺഗ്രസ് ഇപ്പോൾ ഔറംഗസേബിനെ മഹത്വവൽക്കരിക്കുന്നവരുടെ ഒപ്പം സഖ്യത്തിലാണ്. ഇതിലൂടെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കാനാണ് ശ്രമം. കോൺഗ്രസ് സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിച്ചതോടെ അതാണ് സംഭവിച്ചതെന്നും മോദി കുറ്റപ്പെടുത്തി. കർണാടകയിൽ ഓരോ ദിവസം ക്രമസമാധാന നില തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും മോദി ആരോപിച്ചു. പട്ടികവർഗ വിഭാഗത്തിലെ യുവതിയെ ബെലഗാവിയിലെ ഹൊസവന്തപൂരി ഗ്രാമത്തിൽ നഗ്നയായി നടത്തിച്ചതും ചിക്കോഡിയിലെ ജെയിൻ പുരോഹിതന്റെ കൊലപാതകവും ബംഗളൂരു കഫേയിലെ സ്ഫോടനവുമെല്ലാം മോദി പരാമർശിച്ചു. ഇതെല്ലാം കർണാടകയിൽ ക്രമസമാധാന നില തകരുന്നതിന്റെ സൂചനയാണെന്നും മോദി പറഞ്ഞു. അതേസമയം കോൺഗ്രസ് ജനങ്ങളുടെ പാരമ്പര്യ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്ന വിമർശനവും മോദി വീണ്ടും ഉന്നയിച്ചു. ജനങ്ങളുടെ ഭൂമി, വാഹനങ്ങൾ, സ്ത്രീകളുടെ ആഭരണങ്ങൾ, താലിമാല പോലും കോൺഗ്രസ് പിടിച്ചെടുത്ത് വിതരണം ചെയ്യുമെന്നും മോദി ആരോപിച്ചു.